നമസ്കാരം. ഫരീജാസാണ്. ഇത്തവണ നമ്മളൊരു പുസ്തകം പരിചയപ്പെടുത്തലാണ്. പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം. ഇതിൻ്റെ മലയാള വിവർത്തനം രമ മേനോനാണ്. DC ബുക്സ് ആണ് ഇത് കേരളത്തിൽ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 320 മില്യൺ ആളുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. വായന ശീലമാക്കിയവർ ഏതാണ്ട് ഒരു 60% ആളുകൾ തന്നെ ഇത് വായിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്രക്ക് മനോഹരമായ ഒരു കഥാതന്തുവിൻ്റെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. സ്പെയിനിലെ സാധാ ഒരു ആട്ടിടിയൻ, അവൻ്റെ സഞ്ചാരം ഈജിപ്തും കടന്നു പിരമിഡുകളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു വലിയ സഞ്ചാര മാർഗത്തിലേക്കുള്ള അവൻ്റെ ഒരു വലിയ ഒരു മനോഹരമായ യാത്ര. ആ യാത്രയിൽ ഉണ്ടാകുന്ന അവൻ നേരിടുന്ന പ്രശ്നങ്ങളും അവൻ നേരിടുന്ന അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം കടന്നു പോകുന്ന ഒരു കഥാതന്തുവാണ് ഈ പുസ്തകത്തിലുള്ളത്. വളരെ മനോഹരമായി ആത്മാവിനെ അത്രത്തോളം ത്രസിപ്പിക്കുന്ന ഒരു യാത്രയാണ് ദ ആൽക്കെമിസ്റ്റ്. സാധാരണക്കാരനായ ഒരു ആട്ടിടിയൻ അവൻ്റെ ചരിത്ര മുഹൂർത്തങ്ങളും അവൻ്റെ ദൈവീകമായ ഒരു ചിന്താഗതികളും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വളരെ എന്താ പറയുക, മരുഭൂമിയിലൂടെ അവൻ്റെ പ്രണയങ്ങൾ, സ്പെയിനിലെ അവൻ്റെ പ്രണയങ്ങൾ, അങ്ങനെ കഥകൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യാത്രകളും അതിൻ്റെ യുദ്ധങ്ങളും നമ്മൾ സത്യത്തിൽ ആ ഒരു കഥയിലൂടെ അങ്ങനെ ലയിച്ചു പോകുമ്പോൾ വളരെയേറെ ഒരു അദ്ദേഹത്തിലൂടെ ആ നായകനിലൂടെ ആ കഥ മുന്നോട്ട് നമ്മളും അതിനൊപ്പം സഞ്ചരിച്ച പോലെ നമുക്ക് തോന്നുന്ന ഒരു കഥാതന്തു തന്നെയാണ് ഇത് പറയുന്നു. എങ്കിലും ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു എന്താ പറയുക കാഴ്ച, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും, എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ, ഏതൊരു മനുഷ്യൻ്റെയും കണ്ടെത്തലുകൾ അവനിൽ നിന്ന് തന്നെയുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ആ കണ്ടെത്തലുകൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. ആ നിധി തേടിപ്പോകുന്ന നമ്മൾ അവസാനം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സത്യം തിരിച്ചറിയും. നമ്മൾ അന്വേഷിക്കുന്ന നിധി നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയുണ്ടെന്ന്. അപ്പോൾ അത്തരം സത്യങ്ങളിലേക്കുള്ള നമ്മുടെ തിരിച്ചറിവിനെ, നമ്മുടെ ഉപബോധ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കഥ. അതിൽ ഒരുപാട് ചിന്താധാരകളും ഒരുപാട് മിത്തുകളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു വളരെ മനോഹരമായ ഒരു കഥയാണ് ആൽക്കെമിസ്റ്റ്. ഏതാണ്ട് 320 മില്യൺ ആളുകൾ വായിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ കഥാതന്തു അല്ലെങ്കിൽ കഥാ ബീജം എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വായിക്കാത്തവർ, വായന ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. അതിൻ്റെ ആ ഉൾക്കാഴ്ചകൾ നമ്മൾ അറിയണം. ചിലപ്പോൾ ബോധോദയങ്ങൾ വരെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പുതിയ ബോധോദയങ്ങളും പുതിയ ചരിത്രങ്ങൾ വരെ ഈ പുസ്തക വായനയിലൂടെ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. അപ്പോൾ അത്തരം ഒരു കണ്ടന്റും കഥാതന്തുവാണ് ഈ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വായനക്കാർക്ക് വിട്ടുകൊണ്ട് ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.